കോഴിക്കോട് ദേശീയപാതയ്ക്ക് സമീപം 2014 സംഗമം ആക്ടിവിറ്റി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ തീരമൈത്രി വനിതാ ഹോട്ടൽ ആരംഭിക്കുന്നത്. വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ 6 സ്ത്രീകൾ ചേർന്നാണ് സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ന് 2 ജോലിക്കാരുൾപ്പെടെ 8 പേരാണ് ഹോട്ടൽ ജീവിതമാർഗമാക്കി മാറ്റിയത്. മാത്രവുമല്ല, പ്രദേശത്തുള്ളവർക്കെല്ലാം രുചിയൂറുന്ന കായൽ, കടൽ വിഭവങ്ങൾ നൽകാൻ തുടക്കം മുതൽ ഇന്നുവരെ ഇവർ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇതുതന്നെയാണ് ഇവരുടെ വിജയവും. ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാഫിൻ്റെ ഒരു പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഞങ്ങൾക്കിവിടെ കച്ചവടമൊന്നും ഇല്ലാത്ത അവസരം സാഫിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാം, എന്തെല്ലാം പൈസകൾ ഞങ്ങൾക്ക് തന്ന് സഹായിക്കാം എന്നെല്ലാം പറഞ്ഞു തരൂ. അത് തരികയും ചെയ്യൂ. പല സന്ദർഭങ്ങളിലും ഇവിടെ പല സാധനങ്ങളെല്ലാം വാങ്ങിക്കാനെല്ലാം, പൊട്ടിപ്പോയ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ സാഫിൽ നിന്നാണ് പൈസ ലഭിച്ചിട്ടുള്ളത്. ലോണ് സാഫ് തന്നിട്ടുണ്ട്. ഈ സ്ഥാപനം കടത്തിലാണ് എന്നല്ല അറിയിച്ചപ്പോൾ ഞങ്ങൾക്ക് ലോണായിട്ട് പൈസ തന്നിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോണേനു. അത് ഞങ്ങൾ തിരിച്ചടച്ച്. ഇപ്പോൾ അവർ നിരന്തരം ഞങ്ങളെ കാര്യത്തിൽ ഇടപെടുന്നത് കൊണ്ടോ മാത്രമാണ് ഞങ്ങൾക്ക് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പല സ്ഥലങ്ങളിലും മേളകൾ നടത്തുന്നേരോ അവിടത്തേക്കെല്ലാം ഞങ്ങളെ വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ പോകാറുമുണ്ട്. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് സാഫ് മുഖേനയാണ് സംരംഭം ആരംഭിക്കുന്നത്. സാഫിന്റെ നിരവധി സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഏറ്റവും മികച്ച തീരമൈത്രി യൂണിറ്റിനുള്ള 2019 സഫലം 2019 അവാർഡ് ലഭിച്ച യൂണിറ്റാണിത്. ജില്ലാതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച യൂണിറ്റിനുള്ള 2024 തീരസദസ് അവാർഡും സംഗമം തീരമൈത്രി ഹോട്ടൽ നേടിയിട്ടുണ്ട്. നന്ദി.